അപ്പോൾ ഇന്ന് ഞാനൊരു സംഭവം ചെയ്യാൻ പോവാണ്. ഇത് ടിൻ ഫിഷ്, ടിൻ ട്യൂണ ഇത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് റൈസ് ഉണ്ടാക്കാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കാണിച്ചതാണ്. ഇത് 185 ഗ്രാമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി കഴുകി, ഞങ്ങൾക്ക് 3 പേർക്കുള്ള അരിയാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ടിൻ ഫിഷിൽ തന്നെയുള്ള ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് സൺഫ്ലവറിൽ ഉള്ള ട്യൂണയാണ്. സൺഫ്ലവർ ഒഴിച്ചു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചതച്ചിട്ട് ഇട്ടു. പിന്നെ നമ്മൾ വൈറ്റ് ഒനിയനാണ്, ഇവിടെ ചെറിയുള്ളി കിട്ടില്ല. ഇവിടെ റെഡ് സബോളയുണ്ട്, വൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസ് ഇത്തിരി കുറവായതുകൊണ്ട് സ്ഥിരം വൈറ്റാണ് വാങ്ങിക്കാറ്. റെഡിങ് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റം കുക്ക് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ റെഡ് വാങ്ങിക്കാറുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഞാനൊരു അരപ്പ് തയ്യാറാക്കിയിട്ടാണ്. അതിൽ സബോള, പിന്നെ ഇതൊന്നും ഇടണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഇതിലിട്ടതാണ്. കറുവപ്പട്ട, ഗ്രാമ്പു, പട്ട, കറുവപ്പട്ടയുടെ ഇല, അങ്ങനെ പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് ഞാനൊരു പേസ്റ്റാക്കി. അങ്ങനെ പേസ്റ്റാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഈ ചട്ടിയിലോട്ട് പൊടികൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒത്തിരി ഇട്ടു വഴട്ടി. പിന്നെ ഞാൻ അരി വേവിക്കാൻ വെച്ചു. അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അരപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ തുണി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തുണിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ എല്ലാ വെള്ളം കൂടി ആയപ്പോൾ അത്യാവശ്യം വെള്ളമായി. പിന്നെ ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തു. ആ ഗ്യാപ്പിൽ ഞാൻ ഒരു 6 മുട്ട പുഴുങ്ങാനിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായി വറ്റണമായിരുന്നു, പക്ഷേ എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി വറ്റിയപ്പോൾ അതിലേക്ക് റൈസ് ഇട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ്. വലിയ രസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ.